അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിക്കാൻ വരുന്ന ചില ഘട്ടങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിലേക്കൊന്ന് നിന്നുകൊടുക്കണം. അതിനൊരു അംഗീകാരവും അതിനോടൊരു ബഹുമാനവും ആ മാസത്തിലൊരു പ്രത്യേകതയും കൊടുക്കണേ. അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ വിളിയാളമാണത്. റബ്ബ് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ വിളിയാളം നമ്മുടെ മക്കളിലൂടെ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ വിളിയാളം നമ്മുടെ കൂട്ടുകാരെ പെട്ടെന്ന് അപകട മരണം സംഭവിക്കും അറിയാൻ കഴിയും. അല്ലാഹുവിന്റെ വിളിയാളം സ്വന്തം മാതാപിതാക്കളൊക്കെ അല്ലാഹു വലിയ വലിയ അസുഖം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അറിയാൻ കഴിയും. നമ്മുടെ കൽബിനുള്ളിലേക്ക് അല്ലാഹുവിന്റെ പ്രഭ കടത്തിവിടാൻ അല്ലാഹുവിന്റെ പല തീരുമാനങ്ങൾ കാണും. അങ്ങനെ റബ്ബിന്റെ വസന്തത്തിന്റെ നന്മയുടെ വസന്തങ്ങളുടെ ഒരു വസന്തമായി വിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. റബ്ബിലേക്ക് തിരിച്ചു വരാനൊരവസരം കൂടെ. അത്ഭുതങ്ങൾ സംഭവിക്കാത്തവർക്കൊരു മഹാത്ഭുതമാണ് റമളാൻ. ഇനിയും ഒരവസരം അല്ലാഹു നൽകുകയാണ്. തിരിച്ചു വരാൻ ഒരുക്കമുണ്ടോ? അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുന്നുണ്ടോ? മാറ്റം വേണ്ടേ? മാറ്റം വേണ്ടേ? മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു കിതാബു തവ്വാബീനിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു കഥ പറയുന്നുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മഴ കിട്ടാതെ വന്ന് ഇസ്തിസ്ഖാ നിസ്കരിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നു. മഴ തേടി നിസ്കരിക്കാൻ. മഴ വേണം റബ്ബേ, മഴ വേണം എന്ന് ചോദിക്കാൻ. അല്ലാഹുമ്മ അഗ്സിനാ അല്ലാഹുമ്മ അഗ്സിനാ ബിർറുല്ലഇ വറുക്കഇ വറുത്സഇ. പടച്ചവനെ, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു റബ്ബേ. അല്ലാഹുവേ, പ്രായമുള്ള ഉമ്മമാരുപ്പമാരുണ്ട് റബ്ബേ, മഴ വേണം. അല്ലാഹുവേ, പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങളുണ്ട്, ഞങ്ങൾക്ക് മഴ വേണം. മഹാനായ കലീമുല്ലാഹി അല്ലാഹുവിനോട് ചോദിക്കുന്നു മൂസ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് പരിശുദ്ധമായ ഫലസ്തീനിൽ നിന്ന്, ഖുദ്സിൽ നിന്ന്, ജെറൂസലേമിൽ നിന്ന് ഷാബുകടലിന്റെ ഭാഗത്തേക്ക്, ഡെഡ് ഭാഗത്തേക്ക്, ജോർദാനിന്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലുണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ സമയത്ത്, ഇസ്റാ നടന്ന സമയത്ത് ആ ഖബറിൽ നിസ്കരിക്കുന്നത് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ നിസ്കരിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കണ്ടു. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇൻദൽ കസീബിൽ അഹ്മരി. ഖുദ്സിന്റെ പുറത്ത് ഒരു ചമന്ന കുന്നിന്റെ ചമന്ന കുന്നിലാണ് ാണ് മരുഭൂമിയിലേക്ക് 12,000 വിശ്വാസികളുമായി കടന്നു വന്ന് റബ്ബേ മഴ വേണം, അല്ലാഹുവേ മഴ വേണമെന്ന് ചോദിച്ചത്. മഴ കിട്ടുന്നില്ല. മഴ പെയ്യണ്ടേ? ആകാശത്ത് ചൂട് കൂടുകയല്ലാതെ മഴ പെയ്യുന്നില്ല. വെയിൽ കൂടുകയാണ്. വെയിൽ തകർക്കുകയാണ്. അതിശക്തമായ ചൂട്. നമുക്ക് 2-3 മാസം വരെ അങ്ങനെ ആയിരുന്നു അല്ലേ? മഴപ്പള്ളി പെയ്യാൻ തുടങ്ങിയത്. ഞാൻ അഷ്റഫി ഉസ്താദിനോട് പറയായിരുന്നു, ഇങ്ങനെയൊക്കെ പന്തലിട്ടൊന്ന് മഴ പെയ്യാനാ മുതലാവില്ലല്ലോ. മഴ പെയ്തു, ഇനി മഴപ്പ പെയ്യണ്ടപ്പോ വെള്ളമുണ്ട് ഇവിടെയൊക്കെ. മഴ പെയ്തു എന്ന് പറഞ്ഞാൽ മഴ പെയ്തെങ്കിലേ പന്തൽ മുതലാവുള്ളൂ. പക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂടെടുക്കൂല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വീശുന്ന ഞാൻ കാണുന്നുണ്ട്. ചൂടെടുക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഫാനുണ്ട്, അതുകൊണ്ട് എനിക്കത് അറിയുന്നില്ല. ഇതൊക്കെ കൂടെ ഒരു ഫാന് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ നാളൊക്കെ ചിലപ്പോ ഫാനോ രാവിലെയൊക്കെ ചൂടാണെങ്കിലേ. അപ്പോ മഴ പോയാൽ ചൂടാണ്. മഴ കിട്ടാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കി. അള്ളാഹു തന്നെ തരണ്ടേ? ഏത് സെക്രട്ടേറിയറ്റ് കത്ത് ചെയ്തിട്ട് എന്താ, ഒരു കളക്ടർക്ക് കത്ത് ചെയ്തിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു കളക്ടർക്കോ ഒരു കേന്ദ്രമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മഴ തരാൻ കഴിയില്ല. അത് അള്ളാഹു തന്നെ തരണം. അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്തിന്റെ വർഷം എമ്പാടും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഴ വരുന്നില്ല. മൂസാ നബി ചോദിക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, 12,000 ആളുകൾ നിന്റെ മുമ്പിലേക്ക് വന്ന് താണുകയാണ് ദുആ ചെയ്തിട്ട്, എന്താണ് റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരാത്തത്? അല്ലാഹുവിന്റെ മറുപടി വന്നു, മൂസ നബിയെ, കൈഫ, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് മഴ തരാം? എങ്ങനെ മഴ തരും? وفيكم رجل
യുബാരിസ്നി ബിൽ മഅസിയതി മിൻ 40 സന. 40 വർഷമായി തെറ്റ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അയാൾ പുറത്തു പോവാതെ മഴ തരുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹുവിന്റെ നിലപാട്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, റബ്ബേ 12,000 നിൽക്കുന്ന ആളുകളോട് ഞാൻ എങ്ങനെയാണ് പുറത്തു പോകാൻ പറയാ? അന റജുലുൻ ദഈഫുൻ വസൗതി ദഈഫ്. ഞാൻ ദുർബലനല്ലയോ അല്ലാഹുവേ, എന്റെ ശബ്ദം ദുർബലമല്ലേ? ഞാൻ പറഞ്ഞാൽ 12,000 എങ്ങനെ കേൾക്കാനാണ്? അബ്ബാസ് റളിയല്ലാഹു തആല അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യർ. നല്ല ശബ്ദമായിരുന്നു. 2 മൈലൊക്കെ അപ്പുറത്ത് കേൾക്കുമായിരുന്നു. 3-3.5 കിലോമീറ്റർ ഒരു വിളി അങ്ങ് വിളിച്ചാൽ 3.5 കിലോമീറ്റർ ഒരു മൈക്കില്ലാതെ വിളിച്ചാൽ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ കാലം പിന്നോട്ട് വരുന്നതോറും ദഈഫീങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ എങ്ങനെ റബ്ബേ 12,000 ആൾക്കാരോട് നിങ്ങളിൽ നിന്ന് ഒരാൾ പുറത്തു പോകണം ഞാൻ പറഞ്ഞാൽ കേൾക്കോ? പറയൂ മൂസാ നബിയെ, വിളിച്ചു പറഞ്ഞോളൂ. അലൈനൽ ബലാഗ്, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്റേതാണ് എന്ന് പറഞ്ഞാൽ മതി. ഹജ്ജിനെ വിളിച്ചു പറയാൻ പറഞ്ഞില്ല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, റബ്ബേ ഈ മലമുകളിൽ മക്കയിൽ കയറിയിട്ട് ഹജ്ജിന് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആര് കേൾക്കാനാ റബ്ബേ? ഇബ്രാഹിം നബിയെ നിങ്ങളങ്ങ് പറഞ്ഞോളൂ, കേൾപ്പിക്കുന്നത് എന്റെ ബാധ്യതയാണ്. മൂസാ നബി പറഞ്ഞു, ബനു ഇസ്രായേലുകളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിന് എതിര് ചെയ്യുന്ന ഒരാൾ, 40 കൊല്ലമായി തോന്നിവാസം ചെയ്യുന്ന ഒരാൾ, മദ്യപാനവും വ്യഭിചാരവും നിസ്കാരം ഇല്ലാതെ നന്മ ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നിങ്ങളിലുണ്ട്. അയാൾ പുറത്തുപോയെങ്കിലേ അള്ളാഹു മഴ തരൂ എന്ന് അള്ളാഹു ജല്ല ജലാലു എനിക്ക് വഹി തന്നിട്ടുണ്ട്. ആ മനുഷ്യൻ പുറത്തു പോകണം, അടിയന്തരമായും പുറത്തു പോകണം. അയാളിങ്ങനെ നോക്കിയെന്ന റൈറ്റും ലെഫ്റ്റും ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും പോകില്ല. മൂസാ നബി വീണ്ടും പറഞ്ഞു, പുറത്തു പോകണം. ആ ഒരാള് മാറി നിന്നാൽ അള്ളാഹു മഴ തരും. അപ്പൊ അങ്ങനെ നോക്കി, റബ്ബേ ഇത് ഇന്നെ പറ്റിയാണോ? വേറെ ഇന്നെ പോലത്തെ വേറൊരു 40 കൊല്ലം കുരുത്തക്കേട് കളിച്ച ആള് വേറെ ഉണ്ടായിരിക്കോ? ഇങ്ങനെ നോക്കിയിട്ട് ആരും പോണില്ല സദസ്സെന്ന്. ഇയാളൊരു മുണ്ടുകൊണ്ട് തല ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, 40 കൊല്ലം ഞാൻ കുരുത്തക്കേട് കളിച്ചിട്ട് റബ്ബേ നീ എന്നെ മറച്ചു വെച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. ഈ നേരത്ത് ഞാൻ പുറത്തുപോയ ഈ 12,000 ആൾക്കാരും അറിയും ഞാനാണ് കുറ്റക്കാരനെന്ന്. റബ്ബേ നാണം കെടുത്തല്ലേ പടച്ചോനെ, ഞാനിനി ചെയ്യൂല റബ്ബേ. നിന്നോട് മഴ ചോദിക്കാൻ വേണ്ടി വന്നതല്ല റബ്ബേ, ഞാൻ കള്ളുടിക്കാൻ വന്നതല്ലല്ലോ. ഇപ്പൊ വന്നത് നിന്റെ മഴ ചോദിക്കാനല്ലേ, നിന്റെ റഹ്മത്ത് ചോദിക്കാൻ വന്നതല്ലേ റബ്ബേ. ഈ നേരത്തെ എന്നെ മാനം കെടുത്തല്ലേ പടച്ചോനെ, അപമാനപ്പെടുത്തല്ലേ റബ്ബേ. തുബ്തു ഇലൈക യാ റബ്ബ്, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി റബ്ബേ. ഞാൻ ഒരിക്കലും ഇനി തിന്മയിലേക്ക് പോവില്ല. ഞാൻ കാരണം മഴ കിട്ടാതെ വന്നാൽ നാട് നശിച്ചു പോകും റബ്ബേ. ഞാൻ കാരണം മഴ കിട്ടാതെ വരരുതേ, മഴ തരണം, നീ എനിക്ക് മാപ്പ് തരണം റബ്ബേ, എന്നോട് പൊറുക്കണേ റബ്ബേ. കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ പച്ചവെള്ളവും അന്നവും വെള്ളവും ഭക്ഷണവും റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക് ഹറാമാക്കിയത് മുമ്പ് ഹലാലായിരുന്നതാണ്. അത് നിങ്ങൾക്ക് തൊടാതെ നിൽക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു ഹറാമെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തൊടാതിരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്കത് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല? നോമ്പിന്റെ ലക്ഷ്യം അതാണെന്ന് റബ്ബ് പഠിപ്പിക്കുന്ന തഖ്വയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ചോദിച്ചത്, യാ ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ലഅല്ലകും തത്തഖൂൻ, എന്താണ് ഈ പശ്ചാത്താപം, എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തി, എന്താണ് തഖ്വ? ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു, ഉമർ എന്നവരെ, നിങ്ങൾ മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ നടന്നത്? നിറയെ മുള്ളു നിൽക്കുന്ന ഒരു വഴിയിൽ എങ്ങനെ നിങ്ങൾ നടന്നു?
ഒരു കാല് വെച്ച് അവിടുത്തെ മുള്ളെടുത്ത് മാറ്റും, അടുത്ത കാല് വെക്കും, മുള്ളെടുത്ത് മാറ്റും, അടുത്ത കാല് വെക്കും, മുള്ളെടുത്ത് മാറ്റും, അടുത്ത കാല് വെക്കും. അതുപോലെയാണ് ഞാൻ നടന്നത്. എങ്കിൽ അതാണ് തഖ്വ. നമ്മൾ പറയുന്നത്, ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ആദ്യം ചിന്തിച്ച് ആലോചിച്ച് ഉപകാരപ്പെടുന്നതെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ തഖ്വ ഉണ്ടാവുക എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കുക. അല്ലാഹുമ്മ സല്ലി അലാ ഇല്ലല്ലേ, എന്നാലൊന്ന് കൈയൊക്കെ ഒന്ന് പൊന്തിച്ചു നോക്കി, പൊങ്ങുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി, ഒന്ന് റാഹത്തായിട്ട് കയ്യിനും കാലിനും തെരുപ്പൊക്കെ മാറിയായിരുന്നോളി. ഒരു സ്വലാത്തും കൊണ്ട് നമുക്കൊന്ന് ഒരു ഉന്മേഷമായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു